ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്ക് ഒരു രുചികരമായൊരു ക്യാരറ്റ് പായസം വെച്ചാലോ. ക്യാരറ്റ് പായസം വെക്കുമ്പോഴേ നല്ല പച്ചയായിട്ടുള്ള നല്ല ജീവനുള്ള ക്യാരറ്റ് വേണം കേട്ടോ ഉപയോഗിക്കാൻ. വാടിയതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാനും നമ്മൾ വെക്കുമ്പോൾ നല്ല ടേസ്റ്റിലൊന്നും വരികയില്ല. നല്ല ക്യാരറ്റ് മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കവറിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കുറേ ദിവസങ്ങൾ നല്ല ഫ്രഷായിട്ട് പുതുമയോടുകൂടി ഇരിക്കും. ഞാനൊരു 400 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിക്ക് കഴുകി തൊലി കളഞ്ഞിട്ട് അതിലെ 2 ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. പിന്നെ ഒരെണ്ണം മുറിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുത്തു. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഉരുളി ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തു. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് നന്നായിട്ടൊന്ന് ആ നെയ്ക്കകത്ത് വഴറ്റിയെടുത്തു. നന്നായിട്ട് വേകണം, നല്ല മയമാകും, കുറച്ച് സമയം വേണം. തീയൊക്കെ കുറച്ചിട്ട് മെല്ലെ ചെയ്താൽ മതി. കണ്ടമാനം നെയ്യൊന്നും ഒഴിക്കണ്ട, ആവശ്യമുള്ളത് ഒഴിച്ചാൽ മതി. ക്യാരറ്റ് ഏകദേശം വഴന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ദോശമാവൊക്കെ കോരുന്നേ കൂട്ടൊരു തവിക്ക് 2 തവി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാം പഞ്ചസാര ഉണ്ടത്. ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റാകുമേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഫോമൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ കളറായി വരുവേ. അപ്പോൾ അത് എന്നാ പറയേണ്ടത്, നല്ല ആ നെയ്യുടെ മണവും ഈ ക്യാരറ്റിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു പ്രത്യേക മണവും സ്വാദൊക്കെ വരുന്നു കേട്ടോ. മണത്തിൽ തന്നെ അറിയാം അതിൻ്റെ. പിന്നെ അതിനകത്ത് ആവശ്യത്തേക്ക് ഒരു 500 പാലിൻ്റെ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തേ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ടിരുന്ന ചവ്വരി ഇട്ട് കൊടുത്തു. ചവ്വരി നേരിട്ട് കുക്കറിനകത്ത് വേവിച്ചിട്ട് അതിനകത്ത് ചേർത്താലും കുഴപ്പമില്ല. ചവ്വരി തനിച്ച് വെന്ത് കഴിയുമ്പോൾ അഥവാ നമുക്കത് കടിക്കാൻ കിട്ടിയില്ലെങ്കിലും ഒന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കുക്കറിനകത്ത് വേകാൻ വെച്ചിരുന്ന ക്യാരറ്റും പാലൊഴിച്ച് വെച്ചിരുന്ന അതൊന്ന് മിക്സിക്കകത്ത് അടിച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കുറച്ച് സമയം ഇളക്കുമ്പോഴത്തേനും നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 500 പാലും കൂടി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇത് മൊത്തം 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കണ്ടമാനം തിളപ്പിച്ചെടുക്കണ്ട. നമ്മൾ തീ കുറച്ചിട്ടിട്ട് പായസം പൊതുവെ ഒരു ചെറു തീയിലല്ലേ വേവിക്കാൻ നല്ലത്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പം ആവശ്യമുള്ള കൊഴുപ്പുമാകും, എല്ലാ സാധനവും വേവുകയും ചെയ്യും. ക്യാരറ്റിൻ്റെ ബാക്കിയുള്ള വേവും എല്ലാം കറക്റ്റാകും. പാലൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പം നോക്കുമ്പോൾ അതിന് ഇച്ചിരി മധുരം കുറവാണ്. അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ മധുരം കൂടി അതിനകത്തേക്ക് ചേർത്തു. പിന്നെ ഒരു 4-5 ഏലക്കായുടെ തരി മാത്രം പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ കുറച്ച് മെൽറ്റാക്കിയ ക്യാരറ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തേ. ഇതിൽ നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കാം, പക്ഷേ ഇത് തന്നെ ഹെവിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. സൂപ്പർ ഒരു പായസം കിട്ടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.